ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ LS+ സീരീസിൻ്റെ 23ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ നെതറിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. എൻ്റെ ആപ്സുട്ടന് നേരെ നെതർ ഹബ്ബ് കാണിക്കാൻ വേണ്ടി വിടുന്ന അന്ന് ഞാൻ താഴത്തേക്ക് പോയി ഗ്ലാസിൻ്റെ റൂം കാണിക്കാൻ വന്നതാണ്. അവിടേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. നെതർ ഹബ്ബിൽ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ആ ബെഡ് പൊട്ടിയുണ്ടായിരുന്ന സ്ഥലമില്ല, അവിടേക്ക് പോയി. അങ്ങനെ അവൻ അവിടെ വെച്ച് ചത്ത് ഗൈസ്. നല്ല വിഷമം. ആകെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും ഇപ്പം തന്നെ കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ആപ്സുട്ടൻ മരിച്ചതെന്ന്. ഞാൻ മുന്നേ അവിടെ ബെഡ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ട്രേഡിങ് ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ ബെഡ് വെച്ച് ഞാൻ 2 ബെഡ് വെച്ച് ഞാൻ അവിടെ എടുക്കണുണ്ട്. ബെഡ് ഒരു ബെഡ് വെച്ചപ്പോൾ ഞാൻ അറിയാതെ പൊട്ടിച്ച്. അവിടെയൊക്കെ നിറച്ച് തീയായിരുന്നു. ഞാൻ അടിച്ചത് അവിടെ സ്കെലറ്റ് ഉണ്ട് തോന്നുന്നു. അതിൻ്റെ അടി കിട്ടി ചാവണ്ട. നമുക്ക് ബ്ലോക്ക് അവിടെ വയ്ക്കാം, തിരിച്ച് വയ്ക്കാം. നമ്മുടെ ഇന്നത്തെ കോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് നെതർ പോർട്ടസ് കണ്ടുപിടിക്കാൻ പോകണം ഗൈസ്. വേറെ ഒന്നിനുമല്ല, നെതർ പോർട്ടസിലെ ബ്ലേസിനെ വന്നാലേ നമുക്ക് ബ്ലേസ് റോഡ് കിട്ടും. ആ ബ്ലേസ് റോഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കുമ്പോൾ ബ്ലേസ് പൗഡറും കിട്ടും. എന്നിട്ട് നമ്മൾ എൻ്റർമാനെ കൊല്ലുമ്പോൾ എൻ്റർ പേളും കിട്ടും. ആ എൻ്റർ പേൾ ഉപയോഗിച്ചിട്ട് ബ്ലേസ് പൗഡറും കൂടി വെക്കുമ്പോൾ ഐ ഓഫ് എൻ്റർ കിട്ടും. ഐ ഓഫ് എൻ്റർ ഉണ്ടെങ്കിലേ നമുക്ക് എൻ്റർ വേൾഡിലേക്ക് പോയിട്ട് എൻ്റർ ഡ്രാഗനെ കൊല്ലാൻ പറ്റുള്ളൂ ഗൈസ്. അതിനാണ് ഞങ്ങൾ പോർട്ടസ് തപ്പി പോകണത്. അവനെ ഞാൻ നെതറിലോട്ട് കൊടുക്കുന്നത് വലിയ അബദ്ധം കാണിച്ച്. നെതറിലോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ കൊണ്ടുവരേണ്ടിയിരുന്നില്ലേ. അയൺ ഫാം ഉണ്ട്. ഞാൻ ഒരു വട്ടം ചത്തുണ്ട ഗൈസ് പിക്ലിൻ്റെ കൈ കൊണ്ട്. ഞാൻ ഫാം ഓഫ് ചെയ്യാൻ പോയതാ. അവിടെ വെച്ച് ഫാം ഓഫ് ചെയ്യാൻ വെച്ച് ആരോ എൻ്റെ ബാക്കിൽ നിന്ന് അടിച്ചോ. എല്ലാ പിക്ലിൻസിനെയും നടുക്ക് ഞാൻ വീണു. ഞാൻ അവിടെ ചത്തു. എൻ്റെ ബോയ് കിട്ടി, പിന്നെ ഫുഡ് കിട്ടി, ബെഡൊക്കെ ഞാൻ ക്രിയേറ്റ് ഉണ്ടാക്കിയാണ് ഞാൻ. പിന്നെ നമുക്ക് വാട്ടർ ബക്കറ്റും കിട്ടി. ഞാൻ ഇവിടേക്ക് കാണിച്ചു കൊടുക്കാനാണ് വന്നത്. അവൻ ഇവിടെ ഇരിക്കണ്ടായിരുന്നു. മോളിലേക്ക് പോകാനാണ് വെച്ചത്. പക്ഷേ എന്തൊരു അബദ്ധം കാണിച്ചത് നേരത്തെ. ഞാൻ ഗ്ലാസ് ഇട്ട റൂമിലേക്കാണ് പോകാൻ നോക്കിയത്. എൻ്റെ ഇതൊക്കെ കിട്ടി ഗൈസ്. ബോയും വാട്ടർ ബക്കറ്റും കിട്ടി. 19 ഗോൾഡൻ ആപ്പിളും കിട്ടി ഗൈസ്. എന്തൊരു ഭാഗ്യത്തിന് അത് കിട്ടിയത് തന്നെ. ആ ബോയും കൂടി പോകണമെങ്കിൽ എനിക്ക് ഇന്ന് ഉണ്ടാക്കാൻ വയ്യത്. അല്ലെങ്കിൽ ഞാൻ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കിയിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അത് പോവാൻ നന്നായി. ഞാൻ നേരെ കയറി വന്നത് ഇവിടേക്ക്. ഞാൻ തെറ്റി പറ്റിയാണ് ഇവിടേക്ക് കയറാൻ കഴിയുന്നത്. ഗ്ലാസ് ഏറ്റവും കൂടി ഇവിടെയല്ലേ. പക്ഷെ എന്നിട്ട് ഞാൻ കയറി വരുന്നൊന്നുമില്ല. ഞാൻ നേരെ വന്നിട്ട് നമ്മുടെ സെൻറ്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങോട്ട് ഇറങ്ങി കൊണ്ട് നടന്നതാണ്. എന്നിട്ട് അവൻ പിന്നാലെ ഒന്നും വരുന്ന കണ്ടില്ല. ഞാൻ നേരെ അങ്ങ് നടന്നു. പെട്ടെന്നാണ് എൻ്റെ ചാറ്റിൽ എന്തൊരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വായിക്കുന്നത് അബ്സു എന്നിട്ട് ഫ്ലൈമിൻ്റെ ഫയറിൽ വീണിട്ട് ചത്തെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ തന്നെ കരച്ചിട്ട് വന്നു ഗൈസ്. ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ടാ. അപ്പോൾ ഗൈസ്, ഞാൻ പോർട്ടസോടെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഞാൻ പോർട്ടസൊക്കെ കണ്ടുപിടിച്ച് ബ്ലേസ് റോഡ് കിട്ടി. പിന്നെ കുറച്ച് എൻ്റർമാനൊക്കെ കണ്ടപ്പോൾ അതിനൊക്കെ വന്നപ്പോൾ 12 എൻ്റർപോളും കിട്ടി. പിന്നെ ബ്ലേസ് റോഡും 16 കിട്ടി. ഞാൻ അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നെതറാക്കൊക്കെ മാറ്റണം. ആ സൈഡിൽ നെതറാക്കൊക്കെ മാറ്റണം കഴിച്ച്, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. കാണിച്ചു തരത് കണ്ടില്ലേ. 14 എൻ്റർപോളും കിട്ടി. തെറ്റി 14 ആണ്, 12 അല്ല. ഞാൻ പിന്നെ അവിടെ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഞാനൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിത് സ്പോണായപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ വരുന്നത് മെയിൻ ഐലൻഡിൽ നിന്ന് കൊണ്ട് വരുമ്പോൾ. അതുകൊണ്ട് ഞാനിവിടെ ലാഡർ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ പോർട്ടലിലൂടെയാണ് ഞാൻ സ്പോണാണ്. പെട്ടെന്ന് ഞാൻ അവിടെ കണ്ടപ്പോൾ കുറച്ച് പിഗ്ലിൻസ് ഞാൻ പേടിച്ചു. പക്ഷെ അവരെന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരു വട്ടം ചത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്മാരെന്നെ ഒന്നും ചെയ്തില്ല.
അപ്പോൾ തന്നെ അങ്ങനെ വഴി ഉണ്ടാക്കി വെച്ച് അവിടെ നെതറാക്കൊക്കെ മാറ്റി സോൾ സാൻഡൊക്കെ മാറ്റി ഈ ബിൽഡ് ഡീപ്സ് ലൈറ്റും വെച്ച് സെറ്റാക്കി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഒന്ന് കോളി പോട്ടെ. ഈ നെതർ ഹബ്ബ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക ഗൈസ്. ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോളൊക്കെ കംപ്ലീറ്റ് ആയി ഗൈസ്. നമുക്ക് ഞാൻ ചത്തപ്പോൾ അയൺ ഫാമിൽ നിന്നായിരുന്നു ഈ അയണൊക്കെ എടുത്തത്. പിന്നെ കുറച്ച് ഡയമണ്ട് എടുത്തു ഗൈസ് ചത്തപ്പോൾ. പിക്കിളിൻ്റെ നടുക്ക് വീണ് ഞാൻ ചത്ത്. പിന്നെ മെയിൻ ഐലൻഡിൽ നിന്ന് വരികയാണ് ഞാൻ അവിടേക്ക് വരുന്നത്. ഇപ്പം എന്തായാലും രാത്രി ആവും, ഉറപ്പാണ് രാത്രി തന്നെ ആവും. അതേ ക്രീപ്പർ ഓടാ നേരെ വീട്ടിൽ പോവാ. സോംബി പറഞ്ഞല്ലോ, അതേ 2 സോംബി എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോണായി. കയറായിട്ടില്ലേ, കയറായി വന്ന് കയറാത്ത്. കയറി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല. ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ മാരെ തീർക്കേണ്ടി വരുമോ? എൻ്റെ ഉള്ള ബെഡ് വെച്ചോട്ടെ. ബെഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ പോയപ്പോൾ ക്രാഫ്റ്റ് ചെയ്തു വേറെ ബെഡ്. അത് ഇവിടെ വെച്ചേക്കാം. വരുന്നു ഗൈസ്. ഉറങ്ങിയിട്ട് ഇപ്പം വരാം. അപ്പോൾ ഗൈസ് അവന്മാരൊക്കെ പോയി ഇടുന്നു. ഞാൻ അങ്ങനെ ഇറങ്ങി കിടന്ന്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോൺ വെച്ച അവന്മാരെ കൊല്ലാൻ വേണ്ടി നിന്നാണ്, പക്ഷേ അവന്മാർ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.